നല്ലൊരു ഫീലാണ്. എനിക്ക് ഒരുപാട് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാനുള്ളൊരിതില്ല. ഐ എം വെരി ഹാപ്പി. നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റി. ഗംഭീരമായിട്ടുണ്ട് ലാലേട്ടനും. ഞാൻ ലാലേട്ടൻ ഫാനാണ്. അപ്പോൾ എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ലാലേട്ടൻ്റെ തിരിച്ചുവരവാണെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അപ്പം തിരിച്ചുവരാണ് ലാലേട്ടൻ ഉറപ്പായിട്ടും. ഇത് ലാലേട്ടന് നമ്മൾ എപ്പോഴും പണ്ട് മുതലേ ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് സിനിമയിൽ. ലാലേട്ടൻ ഫാനാണെന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ല എന്തൊക്കെയായിരിക്കും നമ്മളൊരു ആക്ടറിന് ഇഷ്ടമുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം അതെല്ലാം ലാലേട്ടനാണ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആണെങ്കിലും ഭയങ്കര ഇഷ്ടമായി. നല്ല രസമാണ് അവരുടെ കെമിസ്ട്രി ആണെങ്കിലും. ഇറ്റ്സ് റിയലി നൈസ്. നല്ല രസമായിരുന്നു. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് മൂവി. എല്ലാവരും കാണണം. ഒരു സാധാരണക്കാരൻ മോഹൻലാൽ എന്ന് കേട്ടാൽ തന്നെ. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ലാൽ സാറിൻ്റെയും ശോഭന മാമിൻ്റെ ഒപ്പം. ഇറ്റ് വാസ് റിയലി നൈസ്. എൻ്റെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ അത്യാവശ്യം ടെൻസ്ഡ് ആയിരുന്നു ഓഫ്കോഴ്സ്. പക്ഷെ അവരെല്ലാവരും കംഫർട്ടബിൾ ആക്കി. ഫുൾ ടീമും ഇതിന് എല്ലാവരും വർക്ക് മൊത്തം ഇറ്റ് വാസ് റിയലി നൈസ്. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്. ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്നത് കണ്ടപ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? സത്യമായിട്ടും ഞാൻ കുറേ സീനിൽ നല്ലോണം കൈ അടിച്ചു, കൂവി, വിസിലടിച്ചു. ചിലതൊക്കെ കരഞ്ഞു നല്ലോണം. നല്ല രസമായിരുന്നു. ഇമോഷണൽ മൊമെൻ്റ് അല്ലേ? ഇമോഷണലായിരുന്നു. കരഞ്ഞു. പെർഫോമൻസ് തരുൺ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാലേട്ടനും ശോഭന മാമും ഐ തിങ്ക് ഒരു നമ്മൾ ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഒരു സ്റ്റോറിയിൽ ഒരു ചെറിയ ഇൻട്രസ്റ്റിംഗ് ഒരു കർവ് വരുമ്പോൾ പെർഫോമൻസ് ഷിഫ്റ്റൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഐ thoroughly എൻജോയ്ഡ്. ഇനിയും പ്രോപ്പറായിട്ട് സമാധാനമായിട്ട് ഇരുന്നൊന്നും കൂടെ കാണാം. ആയി വരുന്നു. അതെ, താങ്ക് യു സോ മച്ച്. ഗുഡ് ലക്ക്.